മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്ക വേവിക്കുക എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ പറയും ചക്കപ്പുഴുക്കെന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ചക്ക വേവിക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ. ഇതൊരു ചെറിയൊരു മുറി തേങ്ങയുണ്ട്. ചക്കയ്ക്ക് കുറച്ച് കപ്പയ്ക്ക് അരയ്ക്കുന്ന പോലെയല്ല, ചക്കയ്ക്ക് കുറച്ച് തേങ്ങ അധികം വേണേ. 3 പച്ചമുളക്, ഒരു ചെറിയൊരു സ്പൂൺ ജീരകം, ഇതുപോലെ ചെറിയൊരു സ്പൂണിന് കുരുമുളക് ഞാൻ ഇടുവേ. പിന്നെ 2 ഇത് വലിയ വെളുത്തുള്ളി, അതുകൊണ്ട് 2 വെളുത്തുള്ളി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത്. ഈ വെളുത്തുള്ളിയും ഈ കുരുമുളകും ഒക്കെ ഇതിനകത്ത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലർക്ക് ചക്കയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം ഈ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരും. അതിനായിട്ടാണ് ഈ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. ഇത് ഒന്ന് ചതച്ചെടുക്കണം, ഒരുപാട് അരഞ്ഞു പോകണ്ട. നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ആ ചക്ക അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ വലിയൊരു കപ്പിന് 1 കപ്പ് വെള്ളം, ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണേ. ഇതിനകത്ത് വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നല്ല ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വേണം അരപ്പിട്ട് കൊടുക്കാനേ. അരപ്പ് ഉപ്പും ഒക്കെ നമ്മൾ അന്നേരം ചേർക്കണം. നമ്മളിത് ഇവിടെ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയില്ലേ, അതൊന്ന് ഇതിനകത്തോട്ട് നടുഭാഗം ഒരു സ്വല്പം ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. അതിലേക്ക് ഒരു സ്വല്പം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ജാറിലുള്ള ബാക്കി അരപ്പും കൂടെ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഈ ചക്ക ഇത് മേളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ അരപ്പിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നമ്മളിതിവിടെ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റായി. ആദ്യം 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചായിരുന്നേ. ഇനി ഞാൻ ഈ കറിവേപ്പില ഒന്ന് ഇടുവാണേ. ശരിക്കും പറഞ്ഞാൽ ഈ കറിവേപ്പില ഉണ്ടല്ലോ, ആ തേങ്ങയുടെ കൂടിയിട്ട് കൃഷി ചെയ്യേണ്ടതായിരുന്നു. ഞാനതൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പം ഞാനിത് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതിനകത്തോട്ട് ചേർക്കുവാണേ. കണ്ടോ, വെള്ളമെല്ലാം പറ്റി നല്ലപോലെ സെറ്റായി. ആ അരപ്പും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചേക്കണം. ഇനി ഫ്ലെയിം കൂട്ടിയാണ് നമ്മൾ ചക്ക വേവിക്കുന്നത് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ കയ്യിലെല്ലാം ഇതിൻ്റെ ആവി കൊണ്ടിട്ടേ കൈ പൊള്ളും. ഈ ചക്ക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ സീസണാണ് ഇല്ലേ, ചക്കയൊക്കെ. ഇത് പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാകട്ടോ. അതിൻ്റെ ആ കറയും ഒക്കെ കൊള്ളുമ്പോഴേ, കത്തിയിലൊക്കെ കറയൊക്കെ കൊള്ളുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ കുറച്ച് കറ പറ്റും. പക്ഷേ ഇതിൻ്റെ ഗുണമൊക്കെ ഓർക്കുമ്പോൾ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടിയാലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഈ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ഇത് ദിവസത്തിൽ ഒരു നേരത്തെ ഫുഡ് ഇങ്ങനെ ആക്കി കഴിക്കണമെന്നൊക്കെയാണ് ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ടല്ലോ. രാത്രിയിലോ അല്ലെങ്കിൽ ഒരു 11 മണിക്കൊരു സ്വല്പം കൊടുക്കുകയോ ഒക്കെ ചെയ്ത ഇടനേരത്തെ ഒരു ഫുഡുണ്ടല്ലോ. ഈ ഷുഗറൊക്കെ ഉള്ളവർ ഇടയ്ക്ക് കുറേശ്ശെ ഫുഡ് കഴിക്കണമെന്നല്ലേ പറയുന്നത്. ഇടവേളകളിൽ അങ്ങനെയുള്ള ചെറിയ സ്നാക്സായിട്ട് വേണേലും ഇത് കൊടുക്കാവുന്നതേ ഉള്ളേ. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ, ഉപ്പെല്ലാം കറക്റ്റാണ്. നമ്മുടെ ചക്ക വേവിച്ചത് അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന കാരണം വിഷരഹിതമായിട്ടുള്ള നല്ലൊരു ഫുഡായത്. ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയ നല്ല ഫുഡ് കഴിക്കണമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണിത്. ചക്ക എന്ന് പറയുമ്പോൾ നമ്മൾ പഴുത്ത ചക്ക ഡയബറ്റിക് പേഷ്യൻറ്റിന് ഒട്ടും നല്ലതല്ല. കാരണം നല്ല മധുരമാണ് ചക്കപ്പഴത്തിന്. അതുകൊണ്ട് പഴമാകുമ്പം ഒരിക്കലും അവർ കഴിക്കരുത്. അല്ലാതെ ഇതുപോലെ പച്ചച്ചക്ക വേവിച്ചിട്ട് ഒരു നേരത്തെ ഫുഡ് അവരിതാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഹെൽത്തിന്. ഡയബറ്റിക് പേഷ്യൻറ്റിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.